ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്ക് പോവുകയാണ്. PV അൻവർ രാഷ്ട്രീയ കേരളത്തിൽ എത്രത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ എവിടെയും ഒന്ന് അടിയുറച്ച് നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന ശ്രമത്തിൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസുമായും BSPയുമായും സമാജ്വാദി പാർട്ടിയുമായും ഒക്കെ ചർച്ച നടത്തുന്നു എന്നാണ് വിവരം. DMKയിലേക്കുള്ള പ്രവേശനം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് ഈ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഷാളക്കണിഞ്ഞ് ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഷാളക്കണിഞ്ഞാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ അൻവറിനെ നമ്മൾ കണ്ടത്. DMKയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ അപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വേറെ നിറമുള്ള ഷാൾ അണിയേണ്ടി വരും, കൊടി പിടിക്കേണ്ടി വരും. ഈ മൂന്ന് പാർട്ടികളോടും ഒരേ സമയം ചർച്ച നടത്തുന്നത് എന്ത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എവിടെന്നെങ്കിലും ഒരു ശരി നോക്കാമെന്ന റിപ്ലൈ ഉണ്ടോ? ദിവേഷ് നോക്കൂ, 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, DMK എന്ന രാഷ്ട്രീയ കക്ഷിയിലേക്കുള്ള പ്രവേശനം അത് ഏകദേശം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് അദ്ദേഹം പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ബഹുജൻ സമാജ് പാർട്ടിയുമായിട്ടും ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോഴെന്തായാലും തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയായിട്ട് അടക്കം ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടായേക്കാം, ഒരുപക്ഷെ തിങ്കളാഴ്ചക്കകം തന്നെ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ ഇതിൽ നോക്കണമെന്ന് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ DMK എന്നുള്ള സോഷ്യൽ മൂവ്മെൻറ്റ് അത് ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയെ ലയിക്കുക, അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ഏറ്റവും വലിയൊരു ലക്ഷ്യമായി അല്ലെങ്കിൽ ഏറ്റവും ഒരു കൃത്യമായിട്ട് കാണുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയിലേക്കുള്ള പ്രവേശനമാണ്, ഒരു ലയനം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ DMK എന്നുള്ള രാഷ്ട്രീയ കക്ഷിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സോഷ്യൽ മൂവ്മെൻറ്റിനെ തൃണമൂൽ കോൺഗ്രസുമായി ലയിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ട്. രണ്ടാമത്തേത്, കേരളത്തിൽ അദ്ദേഹം UDF എന്നുള്ള മുന്നണിയിലേക്കുള്ളൊരു പ്രവേശനം കൂടി ലക്ഷ്യമിടുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം അദ്ദേഹം K. സുധാകരനെ കണ്ടിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കളുമായിട്ടെല്ലാം തന്നെ ഇവിടെ MP-മാർ നിരവധിയുണ്ട്, ഈ പാർലമെൻറ്റ് സമ്മേളനം എല്ലാം തന്നെ നടക്കുന്നുമുണ്ട്. ഇവരുമായിട്ടെല്ലാം സൗഹൃദ സന്ദർശനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം UDFിലേക്കുള്ള പ്രവേശനം ലക്ഷ്യമിടുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഈ DMK എന്നുള്ള സോഷ്യൽ മൂവ്മെൻറ്റിനെ ദേശീയ തലത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടി, ദേശീയ തലത്തിൽ ഈ പ്രവർത്തനങ്ങൾ വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും നിലവിൽ വളരെ വൈകാതെ തന്നെ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്തുള്ള വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ. അതായത് തിങ്കളാഴ്ചയോ അതിന് മുൻപോ അതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ള കാര്യം കൂടി നമുക്കിപ്പോൾ അറിയുന്നുണ്ട്. അത് DMK എന്നുള്ള പേരിലായിരിക്കുമോ അതല്ല തൃണമൂലിലേക്ക് ലയിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി എന്തായാലും അറിയാനുള്ളത്. ഒരു ലയന തൃണമൂൽ അടക്കമുള്ള ഏതെങ്കിലും പാർട്ടിയിൽ ലയിക്കുകയാണോ, അതോ DMK അത് അല്ലെങ്കിൽ വേറൊരു പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം, ഏതിനാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത്? നോക്കൂ, ഇതിൽ ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടുള്ളൊരു കാര്യമോ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നോ, കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു, PV അൻവറിൻ്റെ ഭാഗത്ത് നിന്നും ഈ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം, ഒന്നാമത്തേത് തൃണമൂലുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും മമതാ ബാനർജിയുമായിട്ടടക്കം അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ തൃണമൂലിലേക്കുള്ള പ്രവേശനം ഉണ്ടാകാം. പക്ഷേ DMK എന്നുള്ള സോഷ്യൽ മൂവ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് അതിനെ ഒരു രാഷ്ട്രീയ കക്ഷിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കവും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ചില സമരങ്ങളടക്കം പ്രഖ്യാപിച്ച് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന നയങ്ങൾ, ആ നയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള ഒരു ലയനം നമുക്ക് പ്രതീക്ഷിക്കേണ്ടൂ. പക്ഷേ ആ ചർച്ചകൾ ഏകദേശം അന്തിമഘട്ടത്തിലാണ് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കാര്യം. അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ തൃണമൂലോ SPയോ അല്ലെങ്കിൽ BSPയിലൊക്കെ ലയിച്ച് അതിൻ്റെ ഒരു പ്രവർത്തനം കേരളത്തിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതോ ഇനി അദ്ദേഹത്തിൻ്റെ DMK മറ്റൊരു പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ആകുമോ? എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, രാഷ്ട്രീയ ഭാവിയാണ്. അതെങ്ങനെയൊക്കെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കും നമുക്ക് കാത്തിരിക്കാം.